വെൽക്കം ടു ലെജൻസ്. നമ്മുടെ കിങ് സൈസ് ബെഡ്ഷീറ്റിന്റെ വീഡിയോ ആണ്. ഇന്ന് കിങ്ങും ക്യൂനും തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. സിംഗിൾ ഐറ്റംസും ഇനി ഇടയ്ക്കിടയ്ക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ഇടയ്ക്ക് ദിവസങ്ങൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ഈ ഒരു നല്ല കളർ കോമ്പിനേഷനാണ്. നമുക്ക് ഗ്രീൻ ബ്ലൂ ഒരു ബ്രൗൺ കോമ്പിനേഷനിലാണ് കൊടുത്തേക്കുന്നത്. ബോർഡർ വരുന്ന ബ്രൗൺ ആട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിന്റിംഗ് ആണ്. ഈ ഒരു പ്രിന്റ് ഒക്കെ നമുക്ക് ചുരിദാറിൽ വന്നാലും എല്ലാവർക്കും ഇഷ്ടമാട്ടോ. നല്ല ഭംഗിയുള്ള പ്രിന്റാണ്. ഇതാണ് പില്ലോ കവർ വരുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെ രീതിയിൽ കിങ് സൈസ് എന്ന് പറഞ്ഞാൽ 100-110 സൈസ് വരുന്നത്. അത്യാവശ്യം ഡബിൾ കോട്ടിനേക്കാളും കുറച്ച് വലിപ്പമുള്ള സൈസാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 890 മാത്രമേ 890. നമുക്ക് അടുത്ത പ്രിന്റ് ഇതാട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു പ്രിന്റാണ്. ഒരു റൗണ്ട് ടൈപ്പ്, നമ്മുടെ അജ്രക്കിലൊക്കെ വരുന്ന പോലത്തെ ഒരു പ്രിന്റാട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോർഡർ ആണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു ഗ്രേ കളർ. ബാക്കി സെൻറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഈ ഇത് വരും. നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ് ഇതൊക്കെ. എല്ലാവരും ചോദിക്കാറുണ്ട് കോട്ടൺ ആണെന്ന്. കോട്ടൺ നോർമൽ കോട്ടണേക്കാളും ആ ഒരു നമുക്ക് ഭയങ്കര നല്ല തിക്ക് ഫാബ്രിക് ആട്ടോ. ഇതാണ് പില്ലോ കവർ വരുന്നത്. നല്ല വലിപ്പമുള്ള പില്ലോ കവറാണേ. ഇതുപോലെ വരും. സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്. പിന്നെ 2 പില്ലോ കേസാണ് ഇതിനെല്ലാത്തിനും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് N126, റേറ്റ് 890. നെക്സ്റ്റ് വരുന്നത് ക്യൂൻ സൈസിലുള്ള ഐറ്റമാണ്. നല്ലൊരു ബേജ് കളർ ആട്ടോ. വൈറ്റ് പോലെ തന്നെ കിടക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് ഇതുപോലെ പ്രിന്റ് പോലെ തന്നെ, നമുക്ക് പ്രിന്റ് തന്നെയാണ്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീവിംഗ് പാറ്റേൺ പോലെ ഇരിക്കും കേട്ടോ. നല്ല ഫിനിഷിങ്ങിലാണ് ആ ഒരു പ്രിന്റ് പോയിരിക്കുന്നത്. ബോർഡർ വരുന്നത് ഗ്രേ കളറാണ്. അപ്പോൾ ഇത് ശരിക്കും വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വൈറ്റ് പോലെ തന്നെ കിടന്നോളും. കാരണം ഭയങ്കര ഓവർ കളറല്ല, ലൈറ്റ് ഒരു ബേജ് കളറാണ്. അപ്പോൾ ഇതാണ് പില്ലോ കവർ വരുന്നത്. നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ഐറ്റംസ് ആട്ടോ ഇതൊക്കെ. നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ്. വാഷ് ചെയ്താലും അങ്ങനെയൊക്കെ കളർ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിനില്ല കേട്ടോ. നല്ല വലിപ്പമുള്ള ഐറ്റംസും ആണ്. ഇത് ഏകദേശം ഡബിൾ ബെഡ്ഷീറ്റ് നടത്തില്ലേ, ആ ഒരു സൈസാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് N154, റേറ്റ് 790. നമുക്ക് ലാസ്റ്റ് വൺ വരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. സാറിന് വരുന്നേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്രഷ് ടൈപ്പ് ഡിസൈനാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ലൈൻ ഒരു സ്ട്രൈപ്സിൻ്റെ പാറ്റേണിൽ തന്നെ. സാറിന് മെറ്റീരിയൽ പോലെ അല്ല കേട്ടോ. ഇതിങ്ങനെ ഒരു ക്രേപ്പിൻ്റെ ഒക്കെ വരത്തില്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഫാബ്രിക്കാണ്. അപ്പോൾ ഇതിൻ്റെ ബോർഡർ ഒരു ലൈറ്റ് പീച്ച് ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ്. ലൈനിൻ്റെ കോമ്പിനേഷനും ഭയങ്കര നല്ല രസമുള്ള കോമ്പിനേഷനാണ് കേട്ടോ. ഇതിങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ആ മെറ്റീരിയലാണെങ്കിലും ഒരു വെറൈറ്റി ലുക്ക്. പിന്നെ കളർ കോമ്പിനേഷനും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പില്ലോ കേസ് വരുമ്പോൾ ഇതുപോലെ വരും. ബോർഡറിന് അങ്ങനെ ഓവർ കളർ അല്ല കേട്ടോ. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് കളർ കൂടുതൽ കാണിക്കും. ലൈറ്റ് ഒരു ഓറഞ്ചും പീച്ചും കൂടെ ചേർന്നിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത്, ഇത് ക്യൂൻ സൈസ് ആണ്. 90-100 ആണ് സൈസ് വരുന്നത്. നമ്പർ N148, റേറ്റ് 790, 790.